ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇന്ന് ധാരാളം ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാറുകളും മോട്ടോർ സൈക്കിളുകളും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ രജിസ്ട്രേഷൻ മാറ്റി ഉപയോഗിക്കുന്ന ഒരു രീതി വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഈ നമ്മുടെ കാറുകൾ, കേരള രജിസ്ട്രേഷനിലുള്ള കാറുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി, പക്ഷേ അവിടെ അത് രജിസ്ട്രേഷൻ അല്ല നടത്തുന്നത്. അവിടെ കൊണ്ടുപോയി കുറച്ച് കാലം ഉപയോഗിക്കുന്നു, പിന്നീട് അത് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ രജിസ്ട്രേഷനെല്ലാം നടത്തി അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അത് വാങ്ങുന്ന ആ ഒരു പതിവ് വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെയാണ് കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം അവിടെ ഈ പൊല്യൂഷൻ്റെയൊക്കെ എല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വാഹനങ്ങൾ, ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾ നമുക്ക് ഡൽഹിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങളെല്ലാം അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവരാരംഭിച്ചതിന് ശേഷം അവിടെ നിന്നും അവിടെ നഗരത്തിൽ അതൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ വാഹനങ്ങളെല്ലാം വളരെ ചുളു വിലയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മക്കളെയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കാനായിട്ട് വിടുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജോലി കിട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ചു കാലം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ കാണുമ്പോൾ അവിടെയുള്ള മോട്ടോർ വാഹന വകുപ്പാണെങ്കിലോ പോലീസ് ആണെങ്കിലോ ഈ വാഹനം തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്നത് ഒരു സാധാരണ സംഭവമാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിലെ വാഹനങ്ങൾ കാണുമ്പോൾ അവർക്ക് ഒരു ക്രിമികടിയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ധാരാളം ചോദ്യങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി, അതെങ്ങനെയാണ് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ സാധാരണ യാത്ര പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ, അത് മോട്ടോർ സൈക്കിൾ ആയെങ്കിലും കാറാണെങ്കിലും അത് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സമൊന്നുമില്ല. നമ്മളിപ്പോൾ ടൂറിനാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഒരു വിസിറ്റിനാണെങ്കിലോ പോകുമ്പോൾ അതിപ്പോൾ നമുക്ക് 1 മാസമാണെങ്കിലോ 2 മാസമാണെങ്കിലോ അവിടെ ഉപയോഗിക്കുന്നു, പോയി തിരിച്ചു വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഒരു തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല, ചെക്ക് പോസ്റ്റുകളിൽ നമ്മൾ പോകേണ്ട കാര്യം തന്നെയില്ല. അത് ഈ ടാക്സി വാഹനങ്ങളോ അല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ചെക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രൈവറ്റ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എവിടെയും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ആ വാഹനവുമായിട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. ഒറ്റ കാര്യം, അതിന് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്റ്റേറ്റിൽ നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ഇൻഷുറൻസ്, വാലിഡായിട്ടുള്ള ഇൻഷുറൻസ് വേണം, വാലിഡായിട്ടുള്ള പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കുന്നു, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടി, ഇവിടെ നിന്ന് കേരള രജിസ്ട്രേഷൻ വാഹനം അവിടെ കൊണ്ടുപോകുന്നു, പ്രത്യേകിച്ചും HSRP ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് ഇല്ലാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ന് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ്, അവർക്കൊരു കട്ട് ഓഫ് ഡേറ്റ് എല്ലാം കൊടുത്ത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് അവിടെ എല്ലാം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രം പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുമാകട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് എങ്ങും എത്തില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പിഴ ഈടാക്കുന്ന ഒരു രീതി അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഡീലർക്ക് മാത്രമേ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വാഹനം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് മോഡലാണ് ആ ഡീലർക്ക് മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ വിഷയം അതല്ല, നമുക്ക് എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 47 പ്രകാരം അസൈൻമെൻറ്റ് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 1 വർഷത്തിൽ കൂടുതൽ മറ്റൊരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ വാഹനം മറ്റൊരു സംസ്ഥാനത്ത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ മാർക്ക് നിങ്ങൾ സ്വീകരിച്ചിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് മോട്ടോർ വാഹന ചട്ടം, കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 54 പ്രകാരം നിങ്ങൾ ഒരു പുതിയ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് അത് നടത്തിയിരിക്കണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു രജിസ്ട്രേഷൻ മാർക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഈ ടാക്സ് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഇവിടെ ഒരു വാഹനം പുതിയതായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ വിലയുള്ള ഒരു കാറ് നമ്മുടെ കേരളത്തിൽ രജിസ്ട്രേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10% ടാക്സ് അടയ്ക്കണം. അതായത് അതിൻ്റെ പർച്ചേസ് വാല്യൂവിൻ്റെ, അതായത് ഒരു മാനുഫാക്ചറർ, ഒരു ഡീലറുടെ വിലയും അതിൻ്റെ GST, CGST, എന്തെല്ലാം ടാക്സ് ഉണ്ട്, സെസ് ഉണ്ട്, ഇതെല്ലാം കണക്ക് കൂട്ടി ആ വരുന്ന പർച്ചേസ് വാല്യൂവിൻ്റെ 10%. ഇപ്പോൾ ഉദാഹരണം 4,50,000 രൂപ വിലയുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ 10% ടാക്സ് എന്ന് പറയുമ്പോൾ 45,000 രൂപ, 45,000 റുപ്പീസ് നമ്മളിവിടെ ടാക്സ് അടച്ചാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ 45,000 രൂപ ടാക്സ് അടച്ചതിന് ശേഷം ഒരു വാഹനം, പുതിയ വാഹനം, അത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കോ ഒരു ജോലി കിട്ടി അവിടെ പോകുന്നു. അത് നമുക്ക് അവിടെ ജോലി കിട്ടി, ഇനിയിപ്പോൾ 2-3 വർഷത്തേക്ക് അവിടെ ജോലിയാണ്. അവിടെ ഈ വാഹനം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് അവിടെ ഉപയോഗിക്കാനായിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ മാർക്ക്, അതായത് KL എന്നുള്ള രജിസ്ട്രേഷൻ മാർക്ക് MH ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാലൻസ് ഉള്ള ഈ 15 വർഷം അടച്ച ടാക്സിൻ്റെ ബാക്കി 14 വർഷത്തെ ടാക്സ് അവിടെ മഹാരാഷ്ട്രയിൽ അവിടുത്തെ റേറ്റ് എന്താണോ ആ റേറ്റ് പ്രകാരം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഒരു വ്യക്തി ഇവിടെ വന്ന് ഒരു ജോലിക്ക് വരുന്നു. ആ വ്യക്തി ഇവിടെ ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു ടാക്സ് അടച്ച് ഇവിടെ വാഹനം ഉപയോഗിക്കാനായിട്ടുള്ളൊരു സംവിധാനം കേരളത്തിലെ ടാക്സേഷൻ ആക്ട് പ്രകാരം ഉള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ ആ ടാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 45,000 രൂപ ടാക്സ് അടച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതാണ് 10% ടാക്സാണ് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 15/1, അതായത് 3,000 രൂപ ഒരു വർഷം നിങ്ങൾ ആ വാഹനത്തിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇവിടെ ആ വാഹനം ഉപയോഗിക്കുന്നതിന് ഇവിടുത്തെ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വാഹനം, അത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു വർഷത്തിലേറെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു വർഷം നമുക്ക് അവിടുത്തെ ടാക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടുത്തെ ടാക്സേഷൻ ആക്ട് പ്രകാരം അങ്ങനെ ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് അവിടുത്തെ RT ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ആദ്യങ്ങളൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ KL രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു വർഷത്തെ ടാക്സ് അത് എത്രയാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വിലയുടെ അടിസ്ഥാനപ്പെടുത്തി ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കാൻ. ഇപ്പോൾ ഞാനിവിടെ കേരളത്തിലെ സ്ഥിതി പറഞ്ഞു, അത് 15/1, അതായത് നമ്മൾ 15 വർഷത്തേക്ക് ഒറ്റത്തവണ അടയ്ക്കുന്നതിൻ്റെ 15/1 ആണ് അടയ്ക്കേണ്ടതെങ്കിൽ അവിടുത്തെ ടാക്സേഷൻ എങ്ങനെയാണോ അത് പ്രകാരം നിങ്ങൾക്കുള്ള ഒരു വർഷത്തെ ടാക്സ് അടച്ച് നിങ്ങൾക്ക് അവിടെ ഒരു വർഷം ഉപയോഗിക്കാം. അതിനുശേഷം അടുത്ത വർഷത്തെ ഒരു വർഷത്തെ ടാക്സ് അടച്ച് അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ആ വാഹനം അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ വാഹന നിയമം, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 48(7) പ്രകാരം നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ മാർക്ക് അവിടെ സ്വീകരിക്കണം. അവിടുത്തെ ഈ അടുത്ത ബാലൻസ് ടാക്സ് 15 വർഷത്തേക്കുള്ള ഒറ്റത്തവണ നികുതി എന്ന് പറയുന്നതിൻ്റെ ബാലൻസ് ടാക്സ് അടച്ചതിന് ശേഷം അവിടുത്തെ രജിസ്ട്രേഷൻ സ്വീകരിക്കണം. പിന്നീട് നിങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വാഹനം ഇവിടെ വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ രജിസ്ട്രേഷൻ മാർക്ക് മാറ്റണം. അപ്പോൾ ഈ പൊല്ലാപ്പുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടുത്തെ ടാക്സ് അടയ്ക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിൻ്റ് എന്നുള്ളൊരു ചാനൽ ഇതുപോലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്സിഡൻറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, RTO പ്രൊസീജിയറുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇനിയും അത് തുടർന്ന് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.